ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൃത്യാനഗമ്യം വന്ദേ വിഷ്ണുഭവഭയകരം സർവലോകൈകനാഥം. കള്ളരെ തള്ളിപ്പുറത്താക്കി ശിക്ഷിപ്പാനുള്ള ബലഭക്തി ജ്ഞാനമാമ്പാളുമായി കള്ളവിഷയങ്ങളെ കളയുന്നിതും ഭാരതഖണ്ഡവും മാനുഷജന്മവും നാരായണനാം നരകവിനാശനം. വേദശാസ്ത്രങ്ങൾ വിവിധമാകുന്നിതും വേദം പറയും പ്രവർത്തിയൊന്നന്യത്തും വേദം ത്യജിപ്പാൻ നിവർത്തി ശാസ്ത്രമെന്നും വേദങ്ങൾ രണ്ടു വിധമാകും ഇങ്ങനെ. ഹിംസ ചെയ്വോന്നു ദ്രവ്യകാമമോഹവും ദർശവും ശാന്തിമാസോ ഉപവാസം പിന്നെയും നന്നു ചാതുർമാസ്യം സോമയാഗം പിന്നെ നന്നായി പശുമേധഹോമവും ക്ഷേത്രവും ആരാമകുപതടാകാതി കൊണ്ടും അങ്ങോരോ വിധം ജീവഭോഗസുഖത്തിനായി ഏവം പറയുന്നതെല്ലാം പ്രവർത്തിയുന്നേവം നിവർത്തിശാസ്ത്രത്തെ പറയുന്നു. ഇന്ദ്രിയ പ്രാണ അധിഷ്ഠാന ദേവകൾ പിന്നെ ശിവേശ്വര വൈകാരികത്തെയും ഓംകാരബിന്ദുനാദം മഹാപ്രാണനും ശങ്കയെന്നിയെ ജ്ഞാനദീപേ സമർപ്പിക്ക. പിന്നെയും പൂർവാപരങ്ങൾ വർണ്ണങ്ങളായി നിന്നീടും അക്ഷരാദ്യങ്ങൾ സമസ്തവും. ഓങ്കാരമാത്രയിൽ ഓങ്കാരബിന്ദുവിൽ ബിന്ദുനാദത്തെങ്കിൽ നാദവും പ്രാണങ്കൽ പ്രാണൻ മഹാപ്രാണമേവമഗ്നി പുന സോമനിൽ സോമനും സൂര്യങ്കലും സന്ധ്യ. ഏവമെല്ലാം ഗുണങ്ങൾ വിരാട്ടിങ്കലും കേവലാത്മാവായ തുര്യത്തിലൊക്കെയും നന്നായി സമർപ്പണം ചെയ്യുന്നതു തന്നെ ദേവയാനം നിവർത്തി ശാസ്ത്രമെന്നതും. ദേവയാനത്തെ അറിയുന്ന വിദ്വാൻമാർ ധൂമമാർഗമിതെന്നായി ത്യജിച്ചിടും. ദീപമാർഗം ജ്ഞാനകാണ്ഡം ഗ്രഹിക്കുന്നു ആത്യന്തമില്ലാത നാമമായിക്കൊണ്ട്. വേദ്യമല്ലാതെ പരബ്രഹ്മം ജ്യോതിസുകൾക്കു പ്രധാനമാകുന്നതും ചേതസീ കണ്ടു തെളിഞ്ഞിരിക്കുന്നവർ തന്നെ ആത്മനി നാനാപതുർക്കട എന്നുള്ള മായാവികാരദൈതപ്രമം തോന്നുകയില്ല സുഖാത്മന്യ ദൈത്യങ്ങൾ. തോന്നുന്നതുണ്ടെന്നു മൂന്നു വിധമല്ലോ ദ്രവ്യാദ്വൈതം ക്രിയാദ്വൈതവും
പിന്നേതും ഭാവാദ്വൈതമിതിൽ താനെന്നു തോന്നിട്ടും നിൽക്കുന്നതിനെ ഭാവ അദ്വൈതമെന്നതും വാക്കും മനസ്സും ശരീരമാദ്യങ്ങളായൊക്കെ പരബ്രഹ്മമായതിൽ അർപ്പിക്ക ചെയ്വതു താൻ ക്രിയ അദ്വൈതമായതും പുത്രമിത്രാർത്ഥികളെത്ര മിഥ്യാദിയിൽ നിത്യം ചിത്തം ദ്രവ്യ അദ്വൈതമെന്നാകുന്നു. ഇച്ചൊന്ന മൂന്നുത അദ്വൈതങ്ങൾ സമസ്തവും വിദ്വാൻ ഗുണാതീതമായോരാത്മാവിങ്കൽ അർപ്പിച്ചു നിത്യവും സന്തുഷ്ടനായിക്കൊണ്ടു ചിത്തവും നിർവികാരാത്മാവിൽ ഐക്യത്താൽ ചിത്തവികാര സംബന്ധ ഇല്ലാതാത്മനീ കല്ലം മുള്ളിത്യാദി ബന്ധുഹേതുക്കളാൽ ഇല്ല ദുഃഖം ചെരിപ്പിട്ടു നടപ്പോർക്കും അന്യമാത്മാ തനിക്കില്ലാകയാലോരോന്ന് അന്യമായുള്ള തനിത്യമസത്വസ്തും ബ്രഹ്മപ്രളയേ ജീവാത്മാക്കൾ വാസനായ ബ്രഹ്മണീലീനമായി നിൽക്കും അനാദിയായി ബ്രഹ്മമോഹമെന്നതും ഈശോകം ജീവോഹം കൽമഷാഹാരദേഹോഹമെന്നിങ്ങനെ നന്നായി നനച്ചിരിക്കുന്ന മനസ്സിനെ ചൊല്ലും അനാദ്യവിദ്യമായ എന്നതും നിർഗുണാത്മാവഹമെന്നുള്ള വിദ്യയ നിർഗമിച്ചിടും അവിദ്യയും മായയും ആകയാൽ ജീവനും മുക്തി വരുവാനായി ഏകമാം വിദ്യാർത്ഥസിദ്ധി വരുത്തുവാന് വർണ്ണഭേദം മഹാശക്തിയും കൽപ്പിച്ചു നിർണയം ഭക്തി ഉറപ്പതിനാകുന്നു. നല്ല നിയമവും കാലദേശങ്ങളും നല്ല കർമ്മങ്ങൾ ചെയ്തർപ്പിക്ക സജ്ജനേ നിഷ്കാമകർമ്മവും ചെയ്തു മകൽപദേ ഒക്കെ സമർപ്പിക്ക വേണം ഗൃഹസ്ഥന്മാർ എന്നതുകൊണ്ടു ദേഹാഭിമാനം പോയി വന്നുകൂടിയിടും നല്ല സജ്ജന സംസർഗം ആയതിനത്രേ ഗൃഹസ്ഥാശ്രമവിധി കായാത്മാ ബുദ്ധി ശുദ്രനെന്നു ചൊല്ലുന്നു.